ഡിയർ ഫ്രണ്ട്സ്, എൻ്റെ ചൈന യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചൈനയിലെ എൻ്റെ രണ്ടാമത്തെ ദിവസമാണ് ഇന്ന്. രാവിലെ തന്നെ എണീച്ച് ഹോട്ടലിൻ്റെ തൊട്ടടുത്തുള്ളൊരു പാർക്കിൽ ഇന്ന് രാവിലെ നടക്കാൻ പോയി. നല്ല അടിപൊളി പാർക്കായിരുന്നു. ഒരുപാട് ആളുകൾ അവിടെ നടക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ മെയിനായിട്ട് ഞാനൊരു ആദ്യമായിട്ട് ചൈനയിൽ വന്നിട്ടൊരു ടാക്സി പിടിച്ച് യാത്ര പോയി. പിന്നെ ഒരു ട്രെയിൻ യാത്ര. ഞാൻ മെയിനായിട്ട് ചൈനയിൽ വന്നിട്ടുള്ളത് ഒരു ബിസിനസ് ട്രിപ്പിന് വേണ്ടിയിട്ടാണ്. എനിക്ക് കൊച്ചിയിലൊരു ബിസിനസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ വിപുലീകരണാർത്ഥം കുറച്ച് ഫാക്ടറീസൊക്കെ വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ശരിക്കും ചൈനയിൽ വന്നിട്ടുള്ളത്. രാവിലെ മനോഹരമായ പാർക്കിലൂടെ നടന്ന് ഹോട്ടലൊക്കെ പോയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് ടാക്സി എടുത്തിട്ട് ഇപ്പോൾ യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ യാത്ര നേരെ റെയിൽവേ സ്റ്റേഷനിലേക്കാണ്. DiDi ആപ്പ് വെച്ചിട്ടാണ് ഞാൻ ഈ ടാക്സി ബുക്ക് ചെയ്തത്. ഇവിടെ ടാക്സി ബുക്ക് ചെയ്യലും ടാക്സി വരലൊക്കെ വളരെ ഈസിയാണ്. ടെക്നോളജിപരമായിട്ട് ചൈന വളരെ മുന്നിലായതുകൊണ്ട് തന്നെ ടാക്സി ബുക്കിംഗ് വളരെ ഈസിയാണ്. ഇവിടുത്തെ റോഡുകളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചോ? നല്ല മനോഹരമായ നല്ല വൃത്തിയുള്ള റോഡുകൾ. ഈ റോഡുകളുടെ മെയിനായിട്ട് എന്നെ ആകർഷിച്ച ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ റോഡിൻ്റെ രണ്ട് സൈഡിലും ഈ ബൈക്കുകൾക്കും, അതായത് ഇലക്ട്രിക് ബൈക്കുകൾക്കും സൈക്കിളിനും വേണ്ടി പോകാൻ വേണ്ടി മാത്രമായിട്ട് ട്രാക്ക് ഉണ്ട്. ഞാൻ ഈ കയറി ചെന്നുകൊണ്ടിരിക്കുന്നത് ഒരു റെയിൽവേ സ്റ്റേഷനിലോട്ടാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഒരു എയർപോർട്ടിനേക്കാളും വൃത്തിയും വലുപ്പവും ഒക്കെ ഉള്ള ഒരു ബെയ്ജിങ് റെയിൽവേ സ്റ്റേഷനിലോട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇവിടെ നിന്ന് ഞാൻ ബെയ്ജിങ്ങിൽ നിന്ന് ഹാൻഷുയി എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത്. അവിടെയാണ് എനിക്കിന്ന് ഫാക്ടറി വിസിറ്റ് ഉള്ളത്. ആണ് ഞാൻ വന്ന ടാക്സി ഇലക്ട്രിക് കാറാണ്. കാറിൽ നിന്ന് ഇറങ്ങി ഞാൻ നേരെ റെയിൽവേ സ്റ്റേഷനിലോട്ട് കയറി. ഇവിടെ ട്രെയിനിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യുക പറഞ്ഞാൽ നമുക്ക് മൈ ട്രിപ്പ് വഴിയോ അല്ലെങ്കിൽ സീ ട്രിപ്പ് വഴി അല്ലെങ്കിൽ ട്രെയിനിൻ്റെ തന്നെ ആപ്ലിക്കേഷൻ ഉണ്ട്, അതുവഴിയൊക്കെ ടിക്കറ്റ് ബുക്ക് ചെയ്യാം. നമ്മൾക്കൊരു ഒരു നമ്മുടെ നാട്ടിലെ പോലെ ഒരു മാസം മുന്നെയോ ഒരു 15 ദിവസം മുന്നേ അഡ്വാൻസ് ടിക്കറ്റ് ബുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു അരമണിക്കൂർ 1 hour മുന്നേ ടിക്കറ്റ് നോക്കിയാലും കിട്ടാൻ വളരെ ചാൻസസ് കൂടുതലാണ്. വീക്കെൻഡ്സിലൊക്കെയാണ് ടിക്കറ്റ് കിട്ടാൻ പ്രയാസം. ഈ ഗേറ്റ് കടന്നാണ് നമ്മൾ ട്രെയിൻ പ്ലാറ്റ്ഫോമിലോട്ട് പോകുന്നത്. ചൈനീസ് റെയിൽവേൻ്റെ CR എന്ന് പറയുന്ന ചൈനീസ് റെയിൽവേയുടെ ഒരു നോർമൽ ട്രെയിനാണിത്. ഒരു ബുള്ളറ്റ് ട്രെയിൻ അല്ല, 150 സ്പീഡിൽ പോകുന്ന ഒരു നോർമൽ ട്രെയിനാണിത്. ഇതിൽ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടാണ് നമ്മൾ യാത്ര ചെയ്യേണ്ടത്. ടിക്കറ്റ് ഓൾറെഡി നമ്മളുടെ വിദേശികളാണെന്നുണ്ടെങ്കിൽ നമ്മളെപ്പോലുള്ള വിദേശികൾക്ക് ടിക്കറ്റ് നമ്മളുടെ പാസ്പോർട്ടിലോട്ടാണ് ലോഡാവുന്നത്. ലോക്കൽസിലാണെന്നുണ്ടെങ്കിൽ, അതായത് ചൈനക്കാർക്കാണെങ്കിൽ അവരുടെ ID ഉണ്ട്, IDയിലായിട്ടാണ് ടിക്കറ്റ് ലോഡാവുന്നത്. നമുക്ക് വേഗം പ്രത്യേകിച്ച് ടിക്കറ്റ് പ്രിൻറ്റഡ് കോപ്പിയോ അല്ലെങ്കിൽ QR കോഡോ ഒന്നും കാണിക്കേണ്ട ആവശ്യമില്ല. നമ്മളുടെ പാസ്പോർട്ടോ അല്ലെങ്കിൽ ചൈനീസിനാണെങ്കിൽ അവരുടെ IDയോ ജസ്റ്റ് പഞ്ച് ചെയ്തിട്ട് നമുക്ക് നേരത്തെ നിങ്ങൾ കണ്ട ഗേറ്റ് വഴി ഈ ട്രെയിനിൻ്റെ പ്ലാറ്റ്ഫോമിൽ വരാം. 10 മിനിറ്റ് മുന്നേ, ചില റെയിൽവേ സ്റ്റേഷനിൽ 20 മിനിറ്റ് മുന്നേ, ചില റെയിൽവേ സ്റ്റേഷനിൽ 10 മിനിറ്റ് മുന്നേ ഈ ഗേറ്റ് ക്ലോസ് ചെയ്യും. അതിന് മുന്നേ നമ്മൾ ആ ഗേറ്റ് എൻ്റർ ചെയ്ത് റെയിൽവേ ട്രാക്കിലോട്ട് കയറണം. നല്ല മരങ്ങൾ ഇടതൂർന്ന് നിൽക്കുന്ന ഗ്രാമ വഴിയിലൂടെയാണ് എൻ്റെ ഈ ട്രെയിൻ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ കാണുന്നത് മുഴുവൻ ചോളത്തിൻ്റെ പാടങ്ങളാണ്. നല്ല സ്വീറ്റ് കോണിൻ്റെ പാടങ്ങളാണ് ഇത് കണ്ടുകൊണ്ടിരിക്കുക. ഒരു ഇഷ്ടം പോലെ എന്ന് വെച്ചാൽ കണ്ണെത്താ ദൂരത്താണ് പാടം. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് അവിടെയുള്ള ആളുകൾ ചോദിച്ചപ്പോൾ ഇപ്പോൾ അതിൻ്റെ കൃഷിയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ട്രെയിൻ അത്യാവശ്യം നല്ല സ്പീഡിലാണ് യാത്ര പോയിക്കൊണ്ടേയിരിക്കുന്നത്. ട്രെയിൻ ഇറങ്ങി 2.5 മണിക്കൂർ യാത്രയ്ക്ക് ശേഷം ട്രെയിൻ ഇറങ്ങി. ഇതൊരു നോർമൽ ട്രെയിനാണ്, അതുകൊണ്ടാണ് 2.5 മണിക്കൂർ എടുത്തത്. ബുള്ളറ്റ് ട്രെയിൻ അല്ല. ട്രെയിൻ ഇറങ്ങി എന്നെ ഫാക്ടറി ടീം അവിടെ പുറത്ത് എന്നെ കാണാൻ വേണ്ടി അവർ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. നേരെ അവരുടെ അടുത്ത് പോയി അവരെ മീറ്റ് ചെയ്യണം, അവരെ ഫാക്ടറി വിസിറ്റ് ചെയ്യണം. അതാണ് ഇന്നത്തെ മെയിൻ ഉദ്ദേശം. ട്രെയിന് പുറത്തിറങ്ങി അവരെ കാറിൽ കയറി അവിടെ
എന്നെ റിസീവ് ചെയ്യാൻ വന്നവരൊക്കെ പരിചയപ്പെട്ടു. അവരൊക്കെ ഫാക്ടറിയൊക്കെ വിസിറ്റ് ചെയ്തിട്ട് ഞങ്ങൾ ചൈനയുടെ പല ഗ്രാമങ്ങളിലൂടെയൊക്കെ യാത്ര ചെയ്തു. പല ഗ്രാമങ്ങളിലും പോകുന്ന വെച്ചാൽ അവിടെ പല ഫാക്ടറികളുണ്ട്. നമ്മുടെ നാട്ടിൽ കുടിൽ വ്യവസായം പോലെ ചെറിയ വീടിനോട് ചേർന്നിട്ട് തന്നെ പല ഫാക്ടറികളുണ്ട്. അത്ര ഫാക്ടറികൾ കാണാനാണ് പോകുന്നത്. നിങ്ങൾ നോക്കൂ, ഇത്തരം ഗ്രാമങ്ങൾ, ഇതൊക്കെ ചെറിയ ഗ്രാമങ്ങളാണ് ചൈനയിൽ. ഇത്തരം ഗ്രാമങ്ങളിൽ വരെ അവർക്ക് ഫാക്ടറികളാണ്. അതാണ് ചൈനയെ ഇത്രയധികം വിജയത്തിലെത്തിക്കുന്നത്. ഇത്തരം ചെറിയ ഗ്രാമങ്ങളിൽ വരെ പലതരം പ്രൊഡക്ട്സുകളുടെ ചെറിയ ഫാക്ടറികൾ. അതായത് ഓരോ കുടുംബത്തിനും അവരുടെ വീടിനോട് ചേർന്നിട്ട് തന്നെ ഒരു ഷെഡ് കെട്ടിയിട്ട് അവിടെ ഒരു പലതരം മാനുഫാക്ചറിങ് ചെറിയ ഫാക്ടറികളും മറ്റുമുണ്ട്. ഒരു പക്ഷേ അതൊന്നും വീഡിയോ എടുക്കുന്നത് അവർക്ക് അത്ര ഇഷ്ടപ്പെടാൻ ചാൻസ് ഇല്ലാത്തത് കൊണ്ട് ഞാൻ ആ ഫാക്ടറീസിൻ്റെ ഒന്നും വീഡിയോസ് അങ്ങനെ എടുത്തിട്ടില്ല. ഞാൻ പോയ വഴികളും ഈ ഗ്രാമവും ഒക്കെയാണ് മെയിനായിട്ട് ഞാൻ കാറിലിരുന്ന് വീഡിയോസ് എടുത്തിട്ടുള്ളത്. അങ്ങനെ സുദീർഘമായ ഒരു യാത്രയും ഫാക്ടറി വിസിറ്റ്സൊക്കെ കഴിഞ്ഞിട്ട് ഏകദേശം വൈകുന്നേരം ആയപ്പോഴേക്കും ഒന്ന് ലഞ്ച് കഴിച്ചിട്ടില്ല. അപ്പോൾ ലഞ്ചും ഡിന്നറൊക്കെ കൂടെ കഴിക്കാൻ വെച്ചിട്ട് ഞങ്ങളൊരു റെസ്റ്റോറൻറ്റിൽ വന്നതാണ്. എൻ്റെ കൂടെ ഈ ഫാക്ടറി ഓണറും അവിടുത്തെ സ്റ്റാഫും ഞങ്ങളെല്ലാവരും കൂടെ ഈ ടേബിളിൽ ഇരുന്നിട്ടാണ് ഫുഡ് കഴിച്ചത്. ഫുഡിൻ്റെയൊക്കെ വീഡിയോസ് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. ഫുഡിൻ്റെ പേരൊന്നും എനിക്കറിയില്ല, പേരൊക്കെ അവർ പറഞ്ഞു തന്നിരുന്നു. എന്തായാലും ചോപ്പ് സ്റ്റിക്ക് പിടിച്ചിട്ട് ഫുഡ് കഴിക്കാൻ അവരെന്നെ പഠിപ്പിച്ചു. ചെറിയ രീതിയിലൊക്കെ ഞാൻ പഠിച്ചു. ഫുഡിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. അതിലുള്ള പല ഫുഡും എനിക്കിഷ്ടമായിട്ടില്ല. ഞാൻ പലതും വളരെ കുറച്ചെല്ലാം ഒന്ന് ടേസ്റ്റ് നോക്കിയെന്നല്ലാതെ വിശപ്പ് മാറുന്ന രീതിയിൽ ഫുഡ് കഴിക്കാൻ പറ്റിയിട്ടില്ല എനിക്ക്. ഫുഡ് കഴിച്ചതിൻ്റെ ശേഷം ഞാൻ കാണാൻ പോയ ഫാക്ടറിയുടെ ഓണർ തന്നെ എന്നെ ഞാനൊരു ഹോട്ടൽ ബുക്ക് ചെയ്തിരുന്നു. അതും മൈ ട്രിപ്പ് വഴിയാണ് ഹോട്ടൽ ബുക്ക് ചെയ്തത്. വളരെ ഈസിയാണ് ഹോട്ടലൊക്കെ ബുക്ക് ചെയ്യാൻ. നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലം ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത്, ഞാൻ പോയതൊരു സീസൺ അല്ലാത്തതുകൊണ്ട് തന്നെ വളരെ ചീപ്പായിരുന്നു ഹോട്ടലൊക്കെ. കമ്പയറിങ് ടു ദുബായ് ദിർഹംസിലൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ വളരെ ചീപ്പായിരുന്നു ഹോട്ടൽസൊക്കെ. ഇതാ ഞാൻ ഇന്ന് താമസിക്കാൻ പോകുന്ന ഹോട്ടലിലേക്ക് ഞങ്ങൾ എത്തുന്നു. ഇതാണ് ഞാൻ ഇന്ന് താമസിക്കുന്ന ഹോട്ടൽ. ഞാൻ ഹോട്ടലിലെത്തി. ഫുഡ് ഞാൻ ജസ്റ്റ് പുറത്ത് പോയിട്ടൊരു ബർഗർ വാങ്ങിച്ചുകൊണ്ട് വന്ന് ഫുഡ് കഴിച്ചു. ഇതാണ് ഹോട്ടൽ റൂം. അത്യാവശ്യം നല്ല റൂമായിരുന്നു. ഞാൻ അടുത്ത 3 ദിവസം സ്റ്റേ ചെയ്യാൻ പോകുന്ന റൂമാണിത്. ഈ നല്ല സൗകര്യവും നല്ല വൃത്തിയും ഒക്കെയുള്ള റൂമാണ്. അധികം പൈസ ആയിട്ടില്ല, വളരെ ചീപ്പായിട്ടുള്ളൊരു റൂമാണ് കിട്ടിയത്. കാരണം എന്താ വെച്ചാൽ അവിടെ അത്ര സീസണൊന്നുമില്ല, ഹോട്ടലുകളിൽ നിന്നും വലിയ തിരക്കൊന്നും ഇല്ലാത്ത സമയമാണ്. പിന്നെ ഇത് ഭയങ്കര സിറ്റി ആയിട്ടുള്ളൊരു പ്രദേശമല്ല, അതുകൊണ്ട് തന്നെ നല്ല ചീപ്പായിട്ടാണ് കിട്ടിയത്. ഹോട്ടലിൽ നിന്ന് പുറത്തേക്കുള്ള വ്യൂ ആണിത്. എന്തായാലും ഈ വീഡിയോ ഞാനിവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.